എക്സാലോജിക് വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുമായി സിപിഐഎമ്മും സിപിഐയും ദേശീയ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ സർക്കാരുകളെ വേട്ടയാടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ അവസാന ഉദാഹരണമാണ് എക്സാലോജിക് കേസ് എന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ സർക്കാരുകളെയും നേതാക്കളെയും തകർക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് എക്സലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറ്റപത്ര സമർപ്പണവുമായിട്ടുള്ള കാര്യം. യഥാർത്ഥത്തിൽ വസ്തുത പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എക്സലോജിക് കമ്പനിയും CMRL കമ്പനിയും തമ്മിൽ സേവനം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കരാർ പ്രകാരമുള്ള തുകയാണ് അതിൻ്റെ സാമ്പത്തികമായ എല്ലാ നിലപാടുകളും സ്വീകരിച്ചു. അപ്പോൾ സുതാര്യമായി രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചിഴക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ വിഷയം സിപിഐയുടെ വിഷയമല്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. എക്സാലോജിക് കേസിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF ചെയ്യും. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ വേറൊരാളോ മകളോ വേറെ ബന്ധു ആരെങ്കിലുമൊക്കെ അവരെല്ലാം പൗരന്മാരാണ്, പ്രായപൂർത്തിയായ. അവർക്കൊരു കമ്പനി ഉണ്ടാക്കാം, കമ്പനിയുടെ ഫലമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാം. പിണറായി വിജയന്റെ കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും